കുഞ്ഞുങ്ങളുടെ മരണം കണ്ടു നിൽക്കാനുള്ള കരുത്ത് മനുഷ്യന് സാധാരണഗതിയിൽ അത്ര പോരാ. പോയ ദിവസങ്ങളിലൊന്നാണ് ആലപ്പുഴയിൽ നമുക്ക് 6 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്നത്. ഇതേപോലെ നിരത്തിൽ ഒരു വാഹനാപകടത്തിൽ. അതിനുശേഷം ഇപ്പോൾ 4 പെൺകുഞ്ഞുങ്ങളെയും. എത്ര സ്നേഹത്തോടെ ഒരുമിച്ച് വളർന്നതാണ് എന്നത് നമ്മൾ 2 ദിവസങ്ങളായി കേൾക്കുന്നുണ്ട്. ഒരുമിച്ച് തന്നെയാണ് പോയതും. അവരുടെ കയ്യിൽ മുൻപൊരു സന്തോഷത്തിൻ്റെ കാലത്ത് കണ്ട മൈലാഞ്ചി ചുവപ്പനും ഖബറിൽ കൊത്തിവെച്ചിരിക്കുന്ന മൈലാഞ്ചിക്കുമൊക്കെ ഒരേപോലെ വേദനിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത. പച്ചമണ്ണിന് കീഴെ ഒരു തുടിപ്പുമില്ലാതെ അവശേഷിക്കുന്ന 4 കുഞ്ഞുങ്ങൾ. അതിനൊപ്പം തന്നെ അടക്കം ചെയ്തിട്ടുണ്ട് അപ്പനമ്മമാരുടെ ഹൃദയവും. മക്കളുണ്ടാകുമ്പോൾ സാധാരണ പറയാറുണ്ട് അവനവൻ്റെ ഹൃദയം നെഞ്ചാങ്കൂട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി തുള്ളിക്കളിക്കുന്നത്, ചുറ്റും തുള്ളിക്കളിക്കുന്നത് കാണാൻ കഴിയുമെന്ന്. അതേപോലെ മക്കളുടെ മരണത്തിനൊപ്പം മണ്ണിലേക്ക് പോകുന്നത് മാതാപിതാക്കളുടെ ഹൃദയം കൂടിയാണ്. ഇവിടെ ശരിയാണ്, ഒരു മരണമുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ മരണത്തിന് കാരണമാകുന്നത് അവരുടേതെന്നല്ല, പലരുടെ മരണത്തിന് കാരണമാകും എന്ന നിരന്തരം ഒരു നാട് മുഴുവൻ പറഞ്ഞിട്ടും പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നമാണ് എങ്കിൽ മനുഷ്യൻ്റെ ജീവനേക്കാൾ അപ്പുറത്ത് മാറ്റാൻ കഴിയാത്ത, അതിൻ്റെ വിലയ്ക്കപ്പുറത്തേക്ക് മാറ്റാൻ കഴിയാത്ത എന്ത് ചട്ടമാണ് നമ്മുടെ നാടിനുള്ളത് എന്ന് ഈ ദിവസമെങ്കിലും ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം ഇന്നത്തെ ദിവസം നമ്മൾ സൂപ്പർ പ്രൈം ടൈമിൽ ചർച്ചയ്ക്കെടുക്കുകയും ചെയ്യുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ M. പ്രസാദ്, അദ്ദേഹം പ്രദേശവാസിയാണ്. PK അബ്ദുള്ളക്കുട്ടി അവിടുത്തെ വാർഡ് മെമ്പറാണ്. ശ്രീ രാധാകൃഷ്ണൻ, അവർ പഠിച്ച കരിമം സ്കൂളിലെ PTA പ്രസിഡന്റാണ്. ശ്രീ CR നീലകണ്ഠൻ, പൊതുപ്രവർത്തകൻ. കോൺഗ്രസിൽ നിന്ന് ശ്രീ KP നൗഷാദ്, BJPയിൽ നിന്ന് അടുക്കൽ ശങ്കുട്ടി ദാസും. ധാരാളം അതിഥികളുള്ള ദിവസമാണ്. നമുക്ക് പല കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, അവരെ സംബന്ധിച്ചും ഈ അപകടത്തെ സംബന്ധിച്ചുമൊക്കെ. അതുകൊണ്ടാണ് ഇത്രയധികം അതിഥികൾ ഇന്ന് സൂപ്പർ പ്രൈം ടൈമിൽ തത്സമയം ചേരുകയും ചെയ്യുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, ഇപ്പോൾ ഇന്ന് ആ കുഞ്ഞുങ്ങളുടെ സംസ്കാര ചടങ്ങുകളിലടക്കം പങ്കെടുക്കുന്ന മനുഷ്യർ, അവരെ അവസാനമായി കാണാനെത്തുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, അധ്യാപകർ, ഈ വിഷമങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു. എന്നിരുന്നാലും തീരാത്ത വേദനയുമാണ്. ഈ അപകടം എങ്ങനെയാണ് നാട് ഉൾക്കൊണ്ടത്? എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഈ അപകടം നടന്നത് തികച്ചും ആ പ്രദേശത്തിൻ്റെ, ആ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ അപകടം ഇനിയും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരവസ്ഥയാണ് ഈ നാട്ടിലെ ആളുകളും, പ്രത്യേകിച്ച് ഈ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. നാട് ഒന്നടങ്കം ആ പ്രയാസത്തിൽ നിന്നും ഇനിയും മോചിതരായിട്ടില്ല. ഈ മരിച്ച കുട്ടികളുടെ സുഹൃത്തുക്കളും അവരുടെ വീടുകളുടെ അയൽവാസികളും ഞങ്ങൾ ഇന്നും അവരുടെ വീടുകളിൽ വൈകുന്നേരം സന്ദർശനം നടത്തിയപ്പോൾ ഇനിയും അവർ തേങ്ങലടക്കാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരിക്കലും അവർ ഈ മരണത്തിന് കീഴ്പ്പെടേണ്ട കുട്ടികളല്ലായിരുന്നു. അവിടെ ആ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് ഒരേപോലെ, ആ കുട്ടികൾ ഈ സ്കൂളിൽ വരുന്ന കാലഘട്ടം മുതലേ ഒരേപോലെ വരികയും അതേപോലെ തന്നെ ഈ കുട്ടികൾ ഒരുമിച്ചാണ് സ്കൂൾ വിട്ട് അവരുടെ വീടുകളിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള വീടുകളിലേക്ക് പോകാറുള്ളത്. അന്നും പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. ഈ അപകടം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം 50നോടടുത്ത് അപകടങ്ങൾ ഈ റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി ഹൈവേ പണി കഴിഞ്ഞതിന് ശേഷം ഈ പനയമ്പാടത്ത് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 20ഓളം ആളുകൾ മരണത്തിന് കീഴടങ്ങിയ ഒരു പ്രദേശമാണ് ഈ പനയമ്പാടം, ഈ അപകടം നടന്ന പ്രദേശം എന്ന് പറയുന്നത്. ഒട്ടനവധി ആളുകൾ
അംഗവൈകല്യം സംഭവിച്ചുകൊണ്ട് അവരുടെ ജീവിതം പാതി വഴിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരു ഒരു അവസ്ഥയും കൂടിയുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഈ കരിമ്പ പനയമ്പാടം പ്രദേശത്ത് ഈ അപകടമുണ്ടായ സ്ഥലം എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുഃഖം ഞങ്ങളുടെ പിഞ്ചു മക്കൾ, അത് ചെറിയ കുട്ടികളാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, 13 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത്. ഞങ്ങൾക്കത് താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അധ്യാപകരും മറ്റ് സഹപാഠികളും ആ ദുഃഖത്തിൽ നിന്ന് ഇനിയും മോചിതരായിട്ടില്ല. ശരി. ശ്രീ എം പ്രമോദ് അവിടുത്തെ പ്രദേശവാസിയാണ്. ഈ റോഡിൻ്റെ സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്. ശ്രീ പ്രമോദ്, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഇപ്പോ ശ്രീ രാധാകൃഷ്ണൻ പറയുകയാണ് 19 അപകടങ്ങൾ, 10-20 ജീവനുകൾ എന്ന്. നേരത്തെ ഒരു മാധ്യമത്തിൽ വായിച്ചത് ഈ നവീകരണത്തിന് ശേഷം. അങ്ങേക്ക് കേൾക്കാമോ? അതിന് കൂടുതൽ കേൾക്കാം. ഇത്രയധികം അപകടങ്ങൾ ഏകദേശം 100-ന് മേലെ അപകടങ്ങൾ മാത്രം നടന്നിട്ടുണ്ട്. 100-ന് മേലെ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ മരണങ്ങളാണ് ഇപ്പം നേരത്തെ രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞ പോലെ ഏകദേശം 50ഓളം മരണങ്ങൾ വരെ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് മുമ്പൊരു പൊതുപ്രവർത്തകനായ ഷമീർ കരിമ്പ കൊടുത്ത പൊതു താല്പര്യ ഹർജി പ്രകാരം നമുക്ക് കിട്ടിയ വിവരം. ഏകദേശം 55ഓളം മരണങ്ങൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസ് നൽകിയ വിവരങ്ങൾ. അപ്പോൾ ഈ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 2020 ഈ റോഡ് പുനർനിർമ്മിച്ചതിന് ശേഷം ഉണ്ടായ അപകടങ്ങളാണ് ഏറ്റവും കൂടുതലുണ്ടായത്. കാരണം ഇത് മുമ്പ് ഈ റോഡ് ഇവിടെ നിലവിലുള്ള റോഡുകളാണ്, പക്ഷേ അതിനൊന്നും മുമ്പ് ഇത്രയും വലിയ അപകടങ്ങൾ ഈ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ റോഡ് പുനർനിർമ്മിച്ചതിൻ്റെ എന്തൊക്കെയോ അശാസ്ത്രീയമായ പണിയുടെ അശാസ്ത്രീയത കൊണ്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ വന്നതെന്നാണ് നമുക്ക് നാട്ടുകാരെന്നുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം 1-2 അപകടങ്ങൾ ഓരോ ദിവസവും മഴ ഒന്ന് ചാറിയാൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചാറ്റൽ മഴ പെയ്താൽ ഞങ്ങളുടെ മനസ്സിലൊക്കെ നെഞ്ചിടിപ്പാണ്. അടുത്ത ഇവിടെ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. കാരണം സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ നാട്ടുകാരിലെ ആളുകൾ വളരെ ചുരുക്കമാണ് ഈ ആക്സിഡൻറ്റ് ഇവിടെ അപകടങ്ങളിൽ പെടുന്നത്. പക്ഷെ ഒട്ടുമിക്ക അപകടങ്ങളും പുറത്തുള്ള വണ്ടികളാണ്, വാഹനങ്ങളാണ്, ഡ്രൈവർമാരാണ് ഇവിടെ വന്ന അപകടങ്ങളിൽ പെടുന്നത്. അങ്ങനെ 1-2 ദിവസത്തെ കാര്യമല്ല. ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞാൽ ഈ പ്രദേശവാസികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെ നെഞ്ചെടുപ്പാണ് ഓരോ മിനിറ്റും. ഏത് സമയത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അപകടം പറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ട് അവിടെ. സംഭവിക്കാം. തീർച്ചയായിട്ടും. കാരണം എപ്പോഴും വരാം. അതൊരു ടൈമില്ല. ഇതിന് മഴയൊന്ന് ചാറിയാൽ, മാനമൊന്ന് കറുത്താൽ, മഴയൊന്ന് ചാറിയാൽ അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പനയമ്പാടംകാർക്ക് നെഞ്ചെടുപ്പാണ് ഇവിടെ ഈ കരിമ്പ എന്നുള്ള ഈ പനയമ്പാടം എന്നുള്ള സ്ഥലത്ത്. കാരണം അങ്ങനെ ഒരു അശാസ്ത്രീയമായൊരു വർക്കാണ് ഇവിടെ ഈ ഹൈവേ അതോറിറ്റി ചെയ്തിട്ടുള്ളത്. ഇത് മുമ്പ് പല പ്രാവശ്യവും 2021 മുതൽ പല രാഷ്ട്രീയ സംഘടനകളും പല രീതിയിലും സമരങ്ങളും പല പരിപാടികളും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്നുവരെ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് സത്യം. ശരി ശ്രീ പ്രമോദ്, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ പി കെ അബ്ദുള്ളക്കുട്ടി അവിടുത്തെ വാർഡ് മെമ്പറാണ്. ശ്രീ അബ്ദുള്ളക്കുട്ടി അങ്ങേക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ശ്രീ അബ്ദുള്ളക്കുട്ടി, അങ്ങനെ നിങ്ങളെല്ലാവരും നിരന്തരമായി പരാതി ഉന്നയിക്കുന്ന ഒരു സ്ഥലം, നിങ്ങളുടെ നിരന്തരമായ ആവശ്യം, അതിനവസാനം കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ ദിവസവും കാണുന്ന ഏതാണ്ട് 1/2 കിലോമീറ്റർ വ്യത്യാസത്തിൽ ജീവിച്ചു വരുന്ന മിടുക്കികളായ 4 കുഞ്ഞുങ്ങളുടെ ജീവനാണ്. അത് ക്ഷമിക്കാൻ കഴിയാത്ത, പൊറുക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. പക്ഷെ അതിനൊരു പരിഹാരം ഉണ്ടാകണം, അല്ലേ? അത് എന്ത് ചെയ്യാൻ കഴിയും? ഈ അപകടം സംഭവിച്ചതിന് ശേഷം ഇന്ന് 2 മണിക്ക് പാലക്കാട് കലക്ട്രേറ്റിൽ വെച്ച് MLAയും മന്ത്രി കൃഷ്ണൻകുട്ടി സാറും ജില്ലാ കളക്ടറും പങ്കെടുത്ത, ഈ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും പങ്കെടുത്ത ഒരു യോഗം നടക്കുകയുണ്ടായി. അപ്പോൾ ആ യോഗത്തിൽ ഇനി ഒരിക്കലും ഇത്തരം ഒരു ദുഃഖകരമായ വാർത്ത കേൾക്കാൻ ഇടവരരുത് എന്ന ആമുഖത്തോടെയാണ് ആ യോഗം തുടങ്ങിയത്. അപ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അവർക്ക് ധനസഹായം പ്രഖ്യാപിക്കാറുണ്ട്.
പക്ഷെ ഇവിടെ അത്തരം ഒരു പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം എനിക്ക് മുമ്പ് ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞതുപോലെ നാഷണൽ ഹൈവേ ഒലവക്കോട് മുതൽ തച്ചനാട്ട് വരെയുള്ള 50 കിലോമീറ്റർ ദൈർഘ്യമുള്ള നാഷണൽ ഹൈവേ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ റോഡ് പ്രവർത്തനം ആരംഭിച്ചത്. ഏതാണ്ട് 7.5 കിലോമീറ്റർ റോഡ് കടന്നു പോകുന്നത് കരിമ്പ പഞ്ചായത്തിലൂടെയാണ്. ഏതാണ്ട് കരിമ്പ പഞ്ചായത്തിൻ്റെ മധ്യഭാഗത്താണ് ഈ പനയമ്പാടം. ഈ പനയമ്പാടം എന്ന് പറയുമ്പോൾ 1300-ലധികം കുട്ടികൾ പഠിക്കുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ബസ് വന്ന് ഇറങ്ങുന്നതും ബസ്സിൽ കയറി പോകാൻ വേണ്ടിയൊക്കെ ഒത്തുകൂടുന്നൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് മാത്രം അപകടമുണ്ടായി 7 മരണം നടന്നു, ഇന്നലത്തെ 4 പേരുടെ കൂടാതെ. ഇവിടെ പറഞ്ഞതുപോലെ 70ഓളം അപകടങ്ങളുണ്ടായി പോലീസിൻ്റെ കണക്ക് പ്രകാരം. അല്ലാതെ അപകടം പറ്റി പരസ്പരം പറഞ്ഞു തീർത്ത 10-25ഓളം അപകടം വേറെയുമുണ്ട്. ഇതിനു മുമ്പും ഇത്തരത്തിൽ അപകടം സംഭവിക്കുമ്പോൾ പഞ്ചായത്തിലെ യോഗങ്ങൾ വിളിച്ചു ചേർക്കാറുണ്ട്. ആ യോഗത്തിൽ ബന്ധപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പങ്കെടുക്കാറുണ്ട്. അവരൊക്കെ വളരെ ഗൗരവത്തോടെ അതിനെ കാണാറുണ്ട്, ഇടപെടൽ നടത്താറുണ്ട്. ഒരു യോഗം നടന്നതിൻ്റെ ശേഷമാണ് മില്ലിങ് നടത്തി കൂടുതൽ പരുവരുത്തതാക്കി അപകടമൊക്കെ തടയാനൊക്കെ അതുകൊണ്ട് അല്പമൊക്കെ സാധിച്ചു. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാർഡിലെ 4 വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കരിമ്പ പഞ്ചായത്തിൽ ഏറെ ജനസാന്ദ്രതയുള്ള 50 മീറ്റർ 60 മീറ്റർ വ്യത്യാസത്തിലാണ് ഈ 4 കുട്ടികളുടെയും വീടുകൾ. അവർ രാവിലെ ഉടുത്തൊരുങ്ങി സ്കൂളിലേക്ക് കൂട്ടുകാരികൾ ഒന്നിച്ച് പോകുന്നതൊക്കെ നിരന്തരമായി ഞങ്ങൾ കാണുന്നതാണ്. അവരാണ് ഇന്ന് ഞങ്ങൾക്ക് ഇല്ലാതായി പോയത്. ശ്രീ അബ്ദുള്ളക്കുട്ടി, നിങ്ങൾ നിരന്തരം യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്, സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. 2021 മുതൽ ഇങ്ങോട്ട് അവിടുത്തെ ജനപ്രതിനിധികളുമായി ഈ കാര്യത്തിൽ ആശയവിനിമയം നടത്താറുണ്ട്. അവരൊക്കെ ഇടപെടുന്നുമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നത്തിൽ ഇത്രയും വർഷങ്ങളായി അത്തരം ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം വേണ്ടേ? അതിന് വിഘാതമായി നിൽക്കുന്നത് എന്താണ് എന്നാണ് പല കാരണങ്ങൾ പലർ പറയുന്നുണ്ട്. നാട്ടുകാരെന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ അതുപോലെ മറ്റു ഉയർന്ന തലത്തിലുള്ള ജനപ്രതിനിധികളൊക്കെ സ്ഥലത്ത് വരും, പരിശോധിക്കും. നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാരായി ബന്ധപ്പെടും, അവർ സ്ഥലത്ത് വരും. അവർ ചെറിയ തോതിലുള്ള ബാരിക്കേഡ് സ്ഥാപിക്കാനും അല്ലെങ്കിൽ താൽക്കാലികമായി പോലീസിനെയൊക്കെ ആ സ്ഥലത്ത് നിർത്തി വാഹനം സ്പീഡിൽ പോകുന്ന നിയന്ത്രിക്കാനുള്ള നടപടികളൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ക്രമേണ നിലച്ചു പോകാറാണ് പതിവ്. ഞങ്ങൾ തടസ്സമായി ഇതിൽ കാണുന്നത് നാഷണൽ ഹൈവേയുടെ ഓഫീസുമായി 4-5 പ്രാവശ്യം ബന്ധപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ വ്യക്തമായി പറയുന്നില്ലെങ്കിൽ പോലും ഈ റോഡിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പാണ്. അവരാണ് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ മുൻകൈ എടുക്കേണ്ടത്. ഞങ്ങൾക്ക് അവരവിടെ നിന്ന് അയച്ചു തരുന്ന, ഫോണിലൂടെ അയച്ചു തരുന്ന ആ ഡയഗ്രാം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നാണ്. അപ്പോൾ ഇതിൽ മുഖ്യമായി ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൊണ്ട് മാത്രമേ സാധിക്കൂ. കാരണം നാഷണൽ ഹൈവേ ആയതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് അതിലൊരു പരിധിയിൽ കൂടുതൽ ഇടപെട്ട് ആവശ്യമായ ഒരു പ്രവർത്തനം നടത്താൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ് സാധിക്കുമെങ്കിൽ ഈ 3-4 വർഷത്തിനിടയ്ക്ക് അത് ചെയ്യണമായിരുന്നു. അത് സാധിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഇക്കാര്യത്തിൽ അത് സംബന്ധിച്ച് പറയാനുള്ളത്. ശരി, ശ്രീ ശങ്കുട്ടിദാസ് അങ്ങ് കേൾക്കാമോ? കേൾക്കാം. ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങേക്ക്
കേൾക്കാം. അങ്ങയുടെ സ്വദേശവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. ഒരു പക്ഷേ വ്യക്തിപരമായി കൂടി ആ ഭൂമിക അറിയാമായിരിക്കാം. നിരന്തരം ഇതൊരു ജനകീയ പ്രശ്നമാണ്. ഇത് രാഷ്ട്രീയമായി കാണേണ്ടതുണ്ടോ എന്നുള്ളത് അവനവൻ്റെ താല്പര്യവുമാണ്. ഇത് ഒരു ജനകീയ വിഷയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. 4 കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. ഒന്നും ഒരു തരത്തിലും അതിൽ ഭാഗഭാക്കാവാത്ത കുഞ്ഞുങ്ങളാണ്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരികെ പോകുന്ന സമയത്ത് നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല, അല്ലേ? കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന കാര്യം ക്ഷമിക്കാൻ കഴിയില്ല മനുഷ്യർക്ക്. അപ്പോൾ അത് ഈ സംവിധാനത്തിനുള്ളിലൊരു പ്രശ്നമാണ്. അത് പരിഹരിക്കേണ്ടത് പ്രാഥമികമായി അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഏറ്റവും പ്രധാനമായ പരിഗണന നൽകേണ്ട ഒന്നല്ലേ? തീർച്ചയായിട്ടും അതെ. നോക്കൂ, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല എന്നങ്ങ് പറയുമ്പോഴും എല്ലാ ജനകീയ പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടിയാണ്. പ്രത്യേകിച്ചും റോഡ് അപകടങ്ങൾ കൊണ്ട് ചെറിയ കുട്ടികളൊക്കെ മരിച്ചു പോകുമ്പോൾ സ്മോളസ്റ്റ് കോഫിൻസ് ആർ ദ ഹെവിയസ്റ്റ് എന്ന് പറയുമല്ലോ. ഏറ്റവും ചെറിയ ശവപ്പെട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഭാരം കൂടുതലുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും വിഷമിപ്പിക്കുന്നൊരു സംഭവമാണ്. ഈ കാര്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള പോരായ്മയാണ് എന്ന് പറയുന്ന ഭാഗം വരുമ്പോഴാണ് എനിക്കതിൽ ഒരു വിമർശനം ഉന്നയിക്കേണ്ടി വരുന്നത്. ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളോടും ഞാൻ യോജിക്കുകയാണ്. 100% അവിടെയുള്ള ഈ അപകടകരമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് അടിയന്തരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവേണ്ടതാണ്. ഈ കാര്യത്തിൽ കുറ്റക്കാരായിട്ടുള്ള ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. ഭാവിയിൽ ഒരിക്കൽ പോലും ഇത്തരത്തിലൊരു അപകടം ഇനി അവിടെ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ട മുഴുവൻ നടപടികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നടക്കേണ്ടതാണ്. കാരണം ഇത്രയേറെ അപകടങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 100ഓളം അപകടങ്ങൾ, 20ഓളം മരണങ്ങൾ ഒക്കെ ഒറ്റ പ്രദേശത്തിൽ മാത്രം നടക്കുക എന്ന് പറയുമ്പോൾ അതൊരു അടിയന്തര പ്രശ്നമായി കണക്കാക്കേണ്ടതാണ്. അത് തന്നെയാണല്ലോ രാഷ്ട്രീയവും. ആൾക്കാരുടെ ജീവനെ കൂടുതൽ ഭദ്രമാക്കുകയും അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ചെയ്യുന്നത് തന്നെയാണല്ലോ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം. അതൊരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ കാണണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ ഇവിടെ ആർക്കാണ് അതിനുള്ള ഉത്തരവാദിത്തം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ച് കക്ഷി രാഷ്ട്രീയം പറയേണ്ടി വരും. ദയവായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇത്രയൊരു വിഷയത്തിൽ വന്ന് നിങ്ങൾ രാഷ്ട്രീയം പറയണോ, നിങ്ങൾ പാർട്ടിയെ ന്യായീകരിക്കുകയാണോ എന്ന് ദയവായി ചോദിക്കരുത്. അങ്ങനെ ഒരു ചോദ്യം ഇവിടെ ഉടലെടുത്തുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഇവിടെ വന്നതുകൊണ്ട് അത് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ലാത്തതാണ്. നോക്കൂ, നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കീഴിലല്ല, സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ദേശീയപാത വിഭാഗത്തിന് കീഴിലാണ് നാട്ടുകൽ മുതൽ താണാവ് വരെയുള്ള റോഡ് 43.7 കിലോമീറ്റർ റോഡാണ്. അത് ഇത്തരത്തിലുള്ള റോഡുകൾ ഈ പറയുന്ന PWDക്ക് കീഴിലുള്ള നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള റോഡുകളുണ്ട്. ആ റോഡിൽ ഉൾപ്പെടുന്നതാണ്, ആ ലിസ്റ്റഡ് റോഡ്സിൽ ഉൾപ്പെടുന്നതാണ് ഈ നാട്ടുകൽ മുതൽ താണാവ് വരെയുള്ള 43.7 കിലോമീറ്റർ റോഡ്. ഇത്തരത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നിർമ്മാണാധികാരമുള്ള റോഡുകളുടെ കാര്യത്തിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള അവകാശം മാത്രമേ നാഷണൽ ഹൈവേ അതോറിറ്റിക്കുള്ളൂ. അതിലെ പ്രക്രിയ എങ്ങനെയാണെന്ന് വെച്ചാൽ, DPR നടത്തുന്നത്, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്, പഠനം നടപ്പാക്കുന്നത്, എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നത് എല്ലാം PWD ആണ്. ആ എസ്റ്റിമേറ്റ് പരിശോധിച്ച് അതിനനുസരിച്ചുള്ള ഫണ്ട് പാസ്സാക്കുക എന്നുള്ളത് മാത്രമേ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിനടിസ്ഥാനത്തിൽ സംസ്ഥാന PWD വകുപ്പ് ടെൻഡറുകൾ ക്ഷണിക്കും, കോൺട്രാക്ടർമാരെ വെച്ച് ടെൻഡറുകൾ ക്ഷണിക്കും. ഈ കേസിൽ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന കരാറുകാർക്കാണ് ടെൻഡർ കൊടുത്തിട്ടുള്ളത്. അവരാണ് നിർമ്മാണം നടപ്പാക്കുക. ആ നിർമ്മാണത്തിൻ്റെ മേൽനോട്ടം നടപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന് കീഴിലെ PWD ആണ്. ഇത് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ആരെങ്കിലും അത് തർക്കം ഉന്നയിച്ചേക്കാം എന്നതുകൊണ്ട് ഞാൻ ആ കാര്യം തെളിയിക്കാൻ ചില തെളിവുകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഈ പറയുന്ന 2022 BJP അവിടെ നടത്തിയിട്ടുള്ള പ്രക്ഷോഭമാണ്. C. കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ BJP അവിടെ നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, താണാവ് മുതൽ നാട്ടുകല്ല് വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെയും രൂപകൽപ്പനയും പ്രവൃത്തിയും മേൽനോട്ടവും പൂർണ്ണമായും വഹിക്കുന്ന സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതുവരെ നടത്തിയിട്ടുള്ള 300 കോടി രൂപയുടെ അലോട്ട്മെൻറ്റാണ് ഈ കാര്യത്തിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി തവണ നാട്ടുകാർ തന്നെ കലക്ടർക്ക് പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 6 മാസം മുൻപ് MVD നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഈ റോഡിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ട്. റോഡിൻ്റെ നിലയും അതിന് താഴെയുള്ള മണ്ണിൻ്റെ നിലയും തമ്മിൽ ഉയരവ്യത്യാസമുണ്ട്. അതുകൊണ്ട് വണ്ടികൾ സ്ലിപ്പ് ചെയ്ത് വീഴാനുള്ള സാധ്യത അവിടെയുണ്ട്, അപകടകരമായിട്ടുള്ള വളവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് MVD സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ടിട്ട് അതൊന്നും ചെയ്തിട്ടില്ല. ഇത് 2024 ജനുവരി 6-ാം തീയതി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാട്ടുകൽ താണാവ് റോഡ് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതേപോലെ തന്നെ ഇത് ദേശാഭിമാനി പത്രത്തിൽ വന്നിട്ടുള്ള 6 ഡിസംബർ 2022 വാർത്തയാണ്. താണാവ് നാട്ടുകൽ മുണ്ടൂർ തൂതപാത നിർമ്മാണം അതിവേഗത്തിൽ, ദേശീയപാതയിൽ കുതിക്കാം. ഈ വാർത്തയിൽ ദേശാഭിമാനി തന്നെ പറയുന്നു,
46.76 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് 173 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണം. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് നേരിട്ടാണ് മേൽനോട്ടം എന്ന് ദേശാഭിമാനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോഡ് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ അത് ഞങ്ങളുടെ ഭരണനേട്ടമാണെന്ന് പറഞ്ഞ് മന്ത്രി പോസ്റ്റ് ഇടുന്നു, ദേശാഭിമാനി വാർത്ത കൊടുക്കുന്നു. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ്, ആ ഉത്തരവും എൻ്റെ കയ്യിലുണ്ട്. ആ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ അലോക്കേഷൻ എത്രയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിലും പദ്ധതി അനുവദിക്കുന്ന ഘട്ടത്തിലും അതുമായി ഫണ്ട് കളക്ട് ചെയ്തിട്ട് അത് നിർമ്മാണം നടത്തി ഉദ്ഘാടനം ചെയ്ത ഘട്ടത്തിലുമൊക്കെ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന നേട്ടമാണെന്ന് പറഞ്ഞിരുന്ന ആളുകൾ അവിടെ അപകടം ഉണ്ടായ സമയത്ത് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല, ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള റോഡാണെന്ന് പറയുന്നത് വലിയൊരു ഇരട്ടത്താപ്പാണ്. യഥാർത്ഥത്തിൽ ഇനിയും ഈ പ്രശ്നം ഇവർ പരിഹരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിൻ്റെ ഉത്തരവാദിത്തം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് കൈയൊഴിയാൻ മാത്രമേ ഇവർ ഉദ്ദേശിക്കുന്നുള്ളതാണ്. ഇതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം വളരെ ഞാൻ പറയാം, സാങ്കേതികമായിട്ട് വിഷയം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇതിൽ ചെയ്യേണ്ടത് നിലവിലെ റോഡിൻ്റെ ശോചനീയാവസ്ഥ എന്താണ്, അതിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം പൊതുമരാമത്ത് വകുപ്പ് കീഴിൽ നടത്തണം. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടതിന് എത്ര രൂപയുടെ ചെലവ് വരും എന്നതൊരു കണക്കാക്കണം. ആ എസ്റ്റിമേറ്റ് ഇവർ ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത അതോറിറ്റി ആ ഫണ്ട് പാസ്സാക്കി കഴിഞ്ഞാൽ ആ പാസ്സാക്കിയിട്ടുള്ള പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടത്, മെയിൻ്റനൻസ് ചെയ്യിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന് കീഴിലെ PWD തന്നെയാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം മനോരമ ചാനൽ നടത്തിയിട്ടുള്ള ചർച്ചയിൽ പാലക്കാട് MP ശ്രീകണ്ഠൻ പങ്കെടുത്തിരുന്നു. ശ്രീകണ്ഠനോട് ഈ പറയുന്ന കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ ചർച്ചയിൽ പറഞ്ഞത്, ഞാൻ ഈ വിഷയം നേരിട്ടിട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് സംസാരിച്ചിട്ടാണ്. അദ്ദേഹം എൻ്റെ മുന്നിൽ വെച്ച് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അതിൽ മന്ത്രിയുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല, അത് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള വീഴ്ചയാണ് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ടുള്ളൊരു സമീപനം ഇനിയെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആരെങ്കിലും പഴി പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് കൈ ഒഴുകാതെ ഇതിലെ തങ്ങളുടെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ ഇനിയെങ്കിലും ഉണ്ടാവണം. ഞാൻ മനസ്സിലാക്കുന്ന ഇത്തരത്തിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഈ സ്റ്റേറ്റ് സ്പോൺസേഡ് റോഡുകൾക്ക് 5 വർഷത്തെ ഗ്യാരണ്ടി പോലും ഉണ്ട്. ആ ഗ്യാരണ്ടി കാലാവധിയിൽ ചെലവില്ലാതെ തന്നെ റോഡിലുണ്ടായിട്ടുള്ള അപാകതകൾ പരിഹരിക്കാൻ ഊരാളുങ്കൽ സൊസൈറ്റി പോലുള്ള ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്തത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ആലോചിക്കണം, എങ്ങനെയാണ് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള റോഡുകൾ ഉണ്ടാവുന്നത്? ഈ അലൈൻമെൻറ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്യേണ്ടി വരുന്നത് എങ്ങനെയാണ്? നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആഗ്രഹം എന്താണ്? എപ്പോഴും ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടും ചില കാര്യങ്ങൾ ഉന്നയിച്ചതുകൊണ്ടും ഞാനതിൽ ഇടപെടാതെ പോവുകയുമായിരുന്നു. എനിക്ക് ശ്രീ നൌഷാദ് അലിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രേക്ഷകരോട് പറയാനുണ്ട്. സ്വാഭാവികമായും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ PWDക്ക് കീഴിലുള്ള നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതാണ്, പരിഹരിക്കേണ്ടതാണ് എന്ന് ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞു വെക്കുമ്പോൾ അതിന് മറുപടി പറയാൻ സ്വാഭാവികമായും ഇതിൽ BJPയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധി ഈ ചർച്ചയുടെ ഭാഗമായതുകൊണ്ട് CPMൻ്റെ ഒരു പ്രതിനിധി ഉണ്ടാവേണ്ടതാണ്. ഇന്ന് നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ലാത്തതുകൊണ്ട് ഇതിൽ ചർച്ചയ്ക്കില്ല എന്നുള്ളതാണ് CPM എടുത്ത നിലപാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് അതിന് മറുപടി പറയാൻ ഈ ചർച്ചയിൽ CPMൻ്റെ സർക്കാരിൻ്റെ പ്രതിനിധി ഇല്ലാത്തത്. അത് ഇവിടുത്തെ താല്പര്യമല്ല, അത് CPMൻ്റെ താല്പര്യമാണ്. അത് അതിഥി വേണ്ടതില്ല എന്നുള്ളത്. ഇനി ഈ ചർച്ച കഴിയാൻ ഇനിയും ഏതാണ്ട് 3/4 മണിക്കൂറോളമുണ്ട്. ഈ സമയത്ത് CPMൻ്റെ പ്രതിനിധികൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളിപ്പോൾ മന്ത്രി കൃഷ്ണൻകുട്ടിയെ ശ്രമിച്ചു, മന്ത്രി മുഹമ്മദ് റിയാസിനെ വിളിക്കാൻ ശ്രമിച്ചു, മന്ത്രി KB ഗണേഷ് കുമാറിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മന്ത്രി കൃഷ്ണൻകുട്ടി ഫോണെടുത്ത് അദ്ദേഹത്തിന് സംസാരിക്കാൻ നിലവിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു, ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷവും എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റൊരു നിവൃത്തിയുമില്ല. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ ഈ തരത്തിൽ പരിഗണിക്കുന്നത് കൊണ്ട് അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തമോ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഉന്നയിക്കേണ്ട ഉത്തരവാദിത്തമോ ചുരുങ്ങിയത് ഈ ദിവസമെങ്കിലും ഇല്ല എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയം അങ്ങനെ നിൽക്കട്ടെ. ഇത് പറഞ്ഞു പോകേണ്ടതിൻ്റെ ബാധ്യത ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം BJPയുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഒരു പാനലിസ്റ്റ് ഇല്ലാതെ ചർച്ച മുന്നോട്ട് പോകുന്നു എന്ന് പ്രേക്ഷകർ വിചാരിക്കരുത്. അത് സംബന്ധിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതിൻ്റെ ബാധ്യത എനിക്കില്ല എന്ന് പറഞ്ഞു പോകേണ്ടത് എൻ്റെ ചുമതലയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും സമയമെടുത്തത് വിശദീകരിച്ചത്. ശ്രീ KP നൌഷാദ് അലി, ഇതിപ്പോൾ ആരുടെ കുറ്റം കൊണ്ടാണ് എങ്കിലും, ആർ കണ്ണടച്ചത് കൊണ്ടാണ് എങ്കിലും, സ്വാഭാവികമായും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വരുന്നൊരു പ്രതിഷേധം, സമരം, അവരുടെ ആശങ്ക എന്ന നിലയ്ക്ക് ഈ തലങ്ങളിലെല്ലാം ഇതിനകം എത്തിയിട്ടുണ്ടാകും. നേരത്തെ ശങ്കുട്ടിദാസ് തന്നെ പറയുന്നു, ശ്രീ VK ശ്രീകണ്ഠൻ ഇത് കേന്ദ്രമന്ത്രിയോട് നേരിട്ട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്, പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്, കൊങ്ങാട് MLA ഇത് നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ബലി കൊടുക്കേണ്ടി വരുന്ന ജീവനുകളെ സംബന്ധിച്ച് എത്രത്തോളം ബുദ്ധിമുട്ട്, ആശങ്ക മനുഷ്യർക്കുണ്ട്, ജനപ്രതിനിധികൾക്കുണ്ട് എന്നുള്ളത്. എന്നിട്ടും പരിഹരിക്കാൻ കഴിയാത്ത എന്ത് അധികാര കേന്ദ്രമാണ്, എന്ത് കരിങ്കല്ലിന് കാറ്റുപിടിച്ച സംവിധാനമാണ് നമുക്കുള്ളത്?
മാധു, ഇത് വളരെ ഗൗരവതരമായിട്ട് രാജ്യം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മളിപ്പോൾ കരിമ്പയിൽ അപകടം ഉണ്ടായി, തൊട്ടടുത്ത് പിന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞത് നമ്മൾ കണ്ടു. ഈ നിതിൻ ഗഡ്കരി തന്നെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അന്താരാഷ്ട്ര വേദികളിലൊക്കെ ഇന്ത്യക്ക് മുഖം മറക്കേണ്ട സ്ഥിതിയാണ് എന്നാണ് നിതിൻ ഗഡ്കരിക്ക് പറഞ്ഞത്. അതുപോലെ ഇന്ത്യയുടെ നാഷണൽ ഹൈവേകളൊക്കെ മരണ കവാടങ്ങളാണ് എന്ന് പറയുന്നു. 100 കിലോമീറ്ററിൽ ഓരോ വർഷവും 45 പേർ വീതമാണ് മരിച്ചു പോകുന്നത്. ഇന്ത്യ രാജ്യത്തെ നാഷണൽ ഹൈവേകളിൽ, ഏത് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന നാഷണൽ ഹൈവേകളിൽ ഒരു വർഷം 4.25 ലക്ഷം അപകടങ്ങൾ നടക്കുന്നു, 1.25 ലക്ഷം ആളുകൾ മരിക്കുന്നു, 4.25 ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾക്ക് പരിക്കേൽക്കുന്നു. ഓരോ വർഷവും മരണം 9% കൂടുന്നു, അപകടങ്ങൾ 13% കൂടുന്നു, പരിക്കേൽക്കുന്നത് 15% വർധനവ് രേഖപ്പെടുത്തുന്നു. ഈ രാജ്യത്തെ നിതിൻ ഗഡ്കരി മേൽനോട്ടം വഹിക്കുന്ന ദേശീയ പാതകളിൽ 5800 ബ്ലാക്ക് സ്പോട്ടുകളുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ശൂന്യാകാശത്ത് അല്ലെങ്കിൽ ബഹിരാകാശത്തൊക്കെ തമോഗർത്തങ്ങൾ എന്ന് കേട്ടതിന് സമാനമായിട്ട് 5800 ബ്ലാക്ക് സ്പോട്ടുകൾ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ പ്രഖ്യാപിച്ച് നമ്മുടെ നാട്ടിൽ മുന്നറിയിപ്പായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരത്തിലൊക്കെയുള്ള വളരെ പരിതാപകരമായ ചുറ്റുപാടിലൂടെയാണ് ഇന്ത്യയുടെ ദേശീയപാത വികസനവും അതിൻ്റെ മേൽനോട്ടവും അതിൻ്റെ ഏകോപനവും മുന്നോട്ട് പോകുന്നത്. ശ്രീലങ്ക പോലെ നമ്മുടെ തൊട്ട അയൽപക്കത്തുള്ള അവികസിതമെന്ന് നമ്മൾ തന്നെ വിചാരിക്കുന്ന രാജ്യങ്ങൾ പോലും ഈ മേഖലയിലൊക്കെ വളരെ ബഹുഘാതം മുന്നോട്ട് പോകുമ്പോഴും നമ്മളിപ്പോഴും വളരെ പരിതാപകരമായിട്ട് ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന യുദ്ധം, നക്സലൈറ്റ് പ്രശ്നങ്ങൾ, മറ്റേ പ്രകൃതി ദുരന്തം, ഇതിനേക്കാളുമൊക്കെ ആളുകൾ നമ്മുടെ ദേശീയ പാതകളിലാണ് അപകടത്തിലൂടെ പൊലിയുന്നത് എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മുഖത്തുള്ള ഒരു കറുത്ത പാടാണ്. അത് നിതിൻ ഗഡ്കരി പരസ്യമായിട്ട് ഏറ്റുപറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ എൻ്റെ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു കാരണം നമ്മൾ പരിശോധിച്ചാൽ PWDയും ദേശീയപാത അതോറിറ്റിയും തമ്മിൽ കൃത്യമായ ഏകോപനം എവിടെയുമില്ല. ഇതൊക്കെ രണ്ട് അധികാര കേന്ദ്രങ്ങളെപ്പോലെ വലിയ ശീതസമരം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുപോരാറുള്ളത്. മറ്റൊന്ന്, എല്ലാ ദേശീയപാതയാവട്ടെ പുതിയ പദ്ധതികളാവട്ടെ അതിൻ്റെ വികസനമാകട്ടെ അതിൻ്റെയൊക്കെ DPR അത് വളരെ ദുർബലമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. റോഡിൻ്റെ ഡിസൈൻ എന്നുള്ളത് വളരെ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഒന്നാണ്. അക്കാര്യത്തിൽ ദേശീയപാത വികസന അതോറിറ്റി വളരെ പരിതാപകരമായ നിലയിലാണ്. ഇവിടെ വളരെ ദുർബലമായ വെളിച്ചവും കാഴ്ചയും മാത്രമേ നമ്മുടെ ദേശീയപാതകളിൽ ഉടനീളമുള്ളൂ. അത് വലിയ വീഴ്ചയാണ്. ഡ്രൈവർമാരുടെ ട്രാഫിക് നിയമങ്ങളുടെ ബോധപൂർവമായ ലംഘനം അത് മറ്റൊരു വീഴ്ചയാണ്. ഇത് മുഴുവൻ സമഗ്രമായി രാഷ്ട്രീയാതീതമായി അഭിസംബോധന ചെയ്തില്ലെങ്കിൽ നാളുകളിൽ ഇത്തരം ദുരന്തങ്ങൾ തുടർക്കഥയായി മാറും. ഇപ്പോൾ ആലപ്പുഴയിൽ അപകടം നടന്ന നമ്മൾ ഒരു ദിവസം അത് ചർച്ച ചെയ്തു. അന്ന് തന്നെ ഞാൻ ഓർക്കുകയാണ്, പ്രതിപക്ഷ നേതാവ് ആ അപകടത്തെ നേരിട്ട് ബാധിച്ചോ ഇല്ലയോ എന്നുള്ളതിൽ ഉപരിയായിട്ട് അദ്ദേഹം ഈ ദേശീയപാത വികസനത്തിൽ ഒരുപാട് അശാസ്ത്രീയതകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴിതാ ഈ അപകടമുണ്ടായി. നമ്മളിതൊക്കെ 2 ദിവസം കൊണ്ട് മറന്നു പോകും, പുതിയ വിഷയങ്ങൾ വരും. പക്ഷേ ഇത് നിരന്തരം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹം അല്ലെങ്കിൽ പുരോഗമനാത്മക രാഷ്ട്രം എന്നുള്ള നിലയിൽ നമുക്ക് വച്ചുപൊറുപ്പിക്കാവതല്ല. അതുകൊണ്ട് ഇത് അടിയന്തരമായിട്ട് ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുകയും ഒരുപാട് രാജ്യങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കിയ പുരോഗതിയെ മാതൃകയാക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായ ഇടപെടലുകൾ ഇതിനകത്ത് നടത്തുകയും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യം ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്, ഇവിടെ ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്ത ഭൂപ്രകൃതിയാണ്, വ്യത്യസ്ത സാഹചര്യങ്ങളാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങളൊക്കെ ഉത്തരേന്ത്യയിലെ ചില പ്രദേശങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. അത് അതേപടി വാർപ്പ് മാതൃക ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വലിയ വങ്കത്തമായി മാറാറുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിലെ ദേശീയപാതയുടെ വികസനം ദ്രുതഗതിയിൽ നടക്കുന്നു എന്നുള്ളത് സ്തുത്യർഹമായ കാര്യമാണ്. അവിടങ്ങളിൽ ഒരുപാടിടങ്ങളിൽ പരാതിയുണ്ട്. കൃത്യമായിട്ട് പെഡസ്ട്രിയൻസ് വേ ഇല്ലാത്തത്, ക്രോസ് ചെയ്യാനുള്ള സൗകര്യമില്ലാത്തത്, അണ്ടർപാസ് ഇല്ലാത്തത്, അതുപോലെ തന്നെ വളവുകൾ നിവർത്താത്തത്, ഇതുപോലുള്ള വ്യത്യസ്ത തലങ്ങളിൽ ഭൂമിയുടെ കിടപ്പുള്ളതിനെ അഭിസംബോധന ചെയ്യാതെ പണിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്, ആഴത്തിലുള്ള ഗർത്തങ്ങൾ എടുത്തുകൊണ്ട് പിന്നെ പാതയുടെ വികസനം നടത്തുമ്പോൾ മണ്ണിടിഞ്ഞു പോകുന്ന സാഹചര്യം, ഇങ്ങനെ ഒരുപാട് നമ്മൾ കൺസേണുകളായിട്ട് ഉയർത്തിയ വിഷയങ്ങൾ പലതും
ബധിരകർണങ്ങളിലാണ് ചെന്ന് പതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വികസനം എത്ര മനുഷ്യർ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടും അത് ചെവിക്കൊള്ളാതെ പോയ സിസ്റ്റമാണ് ഈ പറയുന്ന വലിയ നഷ്ടം നമ്മളൊരു സമൂഹം എന്ന നിലയ്ക്ക് ഉണ്ടായത്. ഇപ്പോൾ നൗഷാദ് പറഞ്ഞത് ശരിയാണ്. നമുക്ക് ഒരു വേദന ഉണ്ടാകുമ്പോൾ, ഒരു വലിയ നഷ്ടം ഉണ്ടാകുമ്പോഴൊക്കെയാണ് നമ്മൾ ഇന്നിങ്ങനെ കൂടിയിരിക്കുന്നത്. പക്ഷേ അതിനെ തുടർ സമരങ്ങൾ എന്ന് പറയുന്നത് ഏറ്റെടുക്കാൻ കഴിയുന്ന പല സംഘടനകൾ, മാധ്യമങ്ങളടക്കം എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതൊരു നാടിൻ്റെ വലിയ തീരാത്ത വേദനയാണ് എങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എത്ര കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കുന്നു, അതുപോലെ ഒന്നിച്ചു നിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് പറയുന്നു. ശ്രീ രാധാകൃഷ്ണൻ, നോക്കൂ, നമുക്ക് വേണ്ടി ആരും ശബ്ദിക്കാനില്ല എങ്കിൽ ആ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ബാക്കിയുണ്ട്. സാധാരണഗതിയിൽ ഇത്തരമൊരു ചർച്ച ഇങ്ങനെയല്ല പോകാറ്. എന്നിരുന്നാലും നമ്മുടെ പ്രധാനമന്ത്രിക്ക്, നമ്മുടെ മുഖ്യമന്ത്രിക്ക്, നമ്മുടെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക്, ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക്, ഇങ്ങനെ പലരിലേക്കും എത്തിച്ചേരാൻ കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിന് കഴിയും. നിങ്ങളുടെ 4 കുഞ്ഞുങ്ങളെയാണ് നഷ്ടപ്പെട്ടത്. അവരുടെ കൂട്ടുകാർക്ക്, അധ്യാപകർക്കൊക്കെ ആ വിഷയം ഏറ്റെടുക്കാനും അവരുടെ ആവശ്യം മുന്നോട്ട് വെക്കാനും ഒക്കെ സാധിക്കും. ശരിയാണ്, ഈ നിമിഷം എന്ന് പറയുന്നത് വലിയ വേദനയുടേതാണ്. അതൊന്നാറിയാൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്നും PTA യുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകണം. ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യും. അതെ, അത് തന്നെയാണ് പറയാനുള്ളത്. ഇത്തരമൊരു ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകേണ്ടി വന്നു. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഒട്ടനവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ ഈ നാട്ടിലെ പൊതു സമൂഹം ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി ശക്തമായ സമരം സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ നിമിഷം ശ്രീ രാധാകൃഷ്ണൻ, ഞാൻ അങ്ങിലേക്ക് വരാം. നമ്മളോടൊപ്പം ശ്രീ KV തോമസ്, നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം കേന്ദ്ര സർക്കാരുള്ള ആശയവിനിമയത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ പ്രത്യേകം അദ്ദേഹത്തിന് ചുമതല നൽകിയിരിക്കുന്ന ആളാണ്. പല കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടുകയും ചെയ്യുന്നു. ശ്രീ KV തോമസ് നമ്മളോടൊപ്പം തത്സമയം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ KV തോമസ്, അങ്ങ് കേൾക്കാമോ? ശ്രീ KV തോമസ്, ഈ വിഷയം, പനയമ്പാടത്തെ അപകടത്തിൽ 4 കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ട വിവരം കേരളം വലിയ തോതിൽ വിഷമിക്കുന്ന, ചർച്ച ചെയ്യുന്ന സമയം കൂടിയാണ്. ഇതിപ്പോൾ രാവിലെ ശ്രീ VK ശ്രീകണ്ഠൻ MP നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം അതിൽ ഇടപെടുന്നുണ്ട്, പക്ഷെ പരിഹാരമാകുന്നില്ല എന്ന് പറയുന്നത്. അതായത് കേന്ദ്രമന്ത്രി ശ്രമിച്ചാൽ പോലും, അല്ലെങ്കിൽ ഇത്തരം ആവശ്യവുമായി ആ നാട് മുഴുവനും ശബ്ദമുയർത്തിയാൽ പോലും പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? ആരാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്? അത് പരിഹരിക്കപ്പെട്ടേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ കേരളത്തിലെ ഈ നാഷണൽ ഹൈവേയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെ കുറെ പോയിന്റ്സ് ഉണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം. അല്ലാതെ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല, ഇപ്പോൾ അപകടങ്ങൾ കൂടിക്കൂടി വരുവാണ്. പല പല കാരണങ്ങളുണ്ട്. അത് റോഡിന്റെ ഡിസൈനുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ട്രാഫിക്കിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ, ഡ്രൈവിങ്ങിലുള്ള പ്രശ്നം ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് നമ്മളിപ്പോൾ ഉണ്ടായത് ഏറ്റവും ദുഃഖകരമാണ്. ശ്രീ KV തോമസ്, നോക്കിപ്പോ കേരളം മുഴുവൻ അനുശോചിച്ചു കഴിഞ്ഞതാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ഒരു അനുശോചനം രേഖപ്പെടുത്തി പോയിട്ട് കാര്യമില്ല എന്ന് അങ്ങേക്കും അറിയാമല്ലോ. ഇതിന്റെ ഒരു പ്രശ്നം ആ റോഡിന്റെ അശാസ്ത്രീയതയാണ്, ആ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ്. അത് തുടർ മരണങ്ങൾക്കും അപകടങ്ങൾക്കും കാരണമാവുകയാണ്. അത് പരിഹരിക്കാനുള്ള നാടിന്റെ ശ്രമങ്ങൾ നിരന്തരം അവഗണിക്കപ്പെടുകയാണ്. എന്ത് ചെയ്യാൻ കഴിയും? അത് പരിഹരിക്കണമല്ലോ, പരിഹരിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അത് തീർച്ചയായിട്ടും അത് പരിശോധിച്ച്, ഞാൻ പറയാതെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ അപകടങ്ങളുടെ സ്ഥലമുണ്ട്. അത് പരിശോധിച്ച് ഡിസൈനിൽ വന്ന പ്രശ്നങ്ങളാണോ മറ്റേതെങ്കിലും കാരണം പരിശോധിച്ചിട്ട് നമ്മളത് ഇനി ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കുകയും അത് വരുത്തേണ്ട മാറ്റങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള മാറ്റങ്ങളാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യണം. അല്ല, അങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണെങ്കിൽ ശ്രീ KV തോമസ്, ഇതിനകം അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ഇതിൽ MP ഇടപെട്ടിട്ടുണ്ട്, MLA ഇടപെട്ടിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പോയിട്ടുണ്ട്. എന്നിട്ടൊന്നും ഇത് നടക്കാതെ പോകുന്നത്. പല അപകടങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇത് ഐഡന്റിഫൈ ചെയ്ത സ്ഥലമാണ്. അത് പരിഹരിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. അങ്ങ് ശ്രീ നിതിൻ ഗഡ്കരിയുമായി സംസാരിക്കുമോ? തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. ദേശീയപാത വീതി വെപ്പിച്ചൊക്കെ വരുമ്പോഴും മറ്റു രാജ്യങ്ങളും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കേരളത്തിലെ പുതിയ ഈ വീതി വെപ്പിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളുണ്ടാവും.
ശ്രീ കെ വി തോമസ്, പക്ഷേ ഈ പറയുന്ന ഇവിടെ ഈ നാട്ടികത്താണ മേഖല എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ PWD വകുപ്പിന് താഴെയാണ് അതിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട അധികാരം നിൽക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. അതിലിപ്പോ അങ്ങ് ശരിയാണ്, കേന്ദ്ര സർക്കാരുമായുള്ള ആശയവിനിമയത്തിന്റെ ചുമതല അങ്ങേക്കുണ്ട്. പക്ഷെ അത് ഇവിടെ പരിഹരിക്കേണ്ടതാണ് എങ്കിൽ അതിനെന്ത് ചെയ്യാൻ കഴിയും? പരിശോധിക്കാതെ എങ്ങനെയാണ്, ആരാണ് ഉത്തരവാദിത്വം, ആരാ ചെയ്യേണ്ടത്? സാധാരണ ഇപ്പൊ ദേശീയപാത ആണെങ്കിൽ ഇതിന് നമുക്ക് കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള എഞ്ചിനീയർമാരാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മുടെ ഇത്രയും ഒരു സംഭവം ഇനി ആവർത്തിക്കരുത്. അതിനുള്ള നടപടി ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ചെയ്യേണ്ടി വരും. അതിൽ ഇടപെടൽ ഉണ്ടാകും എന്നാണ് അങ്ങ് പറയുന്നത്? തീർച്ചയായിട്ടും, അല്ലാതെ നമുക്ക് മാറി നിൽക്കാൻ പറ്റൂ. ശരി, ആവർത്തിച്ച് അതുമാത്രമാണ് അങ്ങ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പരമാവധി. ശരി, വളരെയധികം നന്ദി ശ്രീ കെ വി തോമസ് ഈ സമയത്ത് സംസാരിച്ചതിന്. ശ്രീ പി കെ അബ്ദുള്ളക്കുട്ടി, ഇതിപ്പോൾ ഞാൻ നേരത്തെ ശ്രീ രാധാകൃഷ്ണനോട് പറഞ്ഞതുപോലെ നാട്ടുകാർക്ക് ഒക്കെ മുൻപ് ശരിയാണ്, നിങ്ങൾ ഏറെ ശ്രമിച്ചിട്ടുണ്ട്, ഞാനത് മനസ്സിലാക്കുന്നു. ഇന്ന് എല്ലാവരോടും ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ക്യാമറമാനും റിപ്പോർട്ടർമാരും എല്ലാവരും പ്രതികരണം തേടുമ്പോൾ എല്ലാവരും പറയുന്നത് എത്ര തവണ പറഞ്ഞു എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഫലം കണ്ടില്ല, അതിന് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നു, നിങ്ങൾക്കല്ല നമുക്ക്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു ആ വിലയ്ക്കു കൂടി ഉള്ള വലിയ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിപ്പോൾ ഒരു നാട് നിരന്തരമായി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ആരും ചെവിക്കൊള്ളുന്നില്ല എങ്കിൽ അത് കൂടുതൽ ഉറക്കെ പറയുക എന്നുള്ളത് മാത്രമാണ് അവശേഷിക്കുന്ന ഒരേ ഒരു കാര്യം. ഇവിടെ ഈ റോഡ് നിർമ്മാണത്തിലുള്ള അപാകതയാണ് ഇത്തരത്തിൽ നിരന്തരമായി അപകടങ്ങൾ സംഭവിക്കാനുള്ള കാരണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. റോഡ് നവീകരണം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ജനങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇപ്പം ഞാൻ ഈ റോഡ് നിർമ്മാണ പ്രവൃത്തിയിൽ പരിജ്ഞാനം കൈവരിച്ച ആളൊന്നുമല്ല. റോഡ് വീതി വർദ്ധിപ്പിക്കും, വളവുകൾ നിവർത്താൻ ശ്രമിക്കും, ഉയർന്ന ഭാഗത്തെ കുണ്ടുകൾ ഇടിച്ച് താഴ്ത്താൻ ശ്രമിക്കും, താഴ്ന്ന ഭാഗത്ത് മണ്ണിട്ട് നികത്താൻ ശ്രമിക്കും. തുടക്കം മുതൽ ഈ റോഡ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് സംശയിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇതിൻ്റെ സർവേ തന്നെ കൃത്യമായി സത്യസന്ധമായി നടത്തിയിട്ടില്ല. പല ഭാഗത്തും ആളുകൾക്ക് പരാതി ഉണ്ടായിരുന്നു. ആരെങ്കിലും സാധാരണക്കാരൻ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവൻ്റെ വീട്ടുവളപ്പിലേക്ക് 2 അടി കൂടി അങ്ങോട്ട് മാറ്റി കുറ്റിയടിക്കുന്ന സമ്പ്രദായം വരെ ഈ റോഡ് നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് മേൽനോട്ടം വഹിക്കാൻ ജനങ്ങൾ കാണാറില്ല. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ അവരുടെ ഉദ്യോഗസ്ഥന്മാരല്ലാതെ നമ്മുടെ PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെയോ ഞങ്ങൾ പല സന്ദർഭത്തിലും അന്വേഷിച്ചിട്ടുണ്ട്, കാണില്ല. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ആളുകൾ ഇന്ന് വന്ന ആളുകളായിരിക്കില്ല നാളെ വരിക. അപ്പോൾ ഞങ്ങൾക്കറിയാം ഈ പഞ്ചായത്തിൽ ഇപ്പോൾ ഈ വിഷയം പരിഹരിക്കാനുള്ളൊരു പ്രധാന മാർഗം പനയമ്പാടത്തിനോട് ചേർന്ന് കിടക്കുന്ന അങ്ങാടിക്കാട് കയറ്റം അവിടെ 10 അടി താഴ്ത്തി റോഡ് ലെവൽ ചെയ്താൽ ഈ അപകട സാധ്യത 75% പൂർത്തീകരിക്കാൻ കഴിയും. പക്ഷേ അന്നത് ചെയ്തില്ല. അനാവശ്യമായി ചില പ്രദേശത്തു നിന്ന് മണ്ണ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. മുട്ടിക്കൽ കണ്ടം ഭാഗത്ത് നിന്ന് അവിടുത്തെ റോഡിൻ്റെ കയറ്റം കുറയ്ക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം മണ്ണ് 2 ദിവസം രാവും പകലും രാത്രി മണ്ണ് നീക്കം ചെയ്ത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതുപോലെ യാതൊരു ആവശ്യവുമില്ലാതെ കരിമ്പ കച്ചേരിപ്പടി ഭാഗത്ത് മണ്ണെടുത്തുകൊണ്ട് റോഡ് താഴ്ത്തുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചത് ആ ഭാഗത്ത് റോഡ് ഉയർത്തുമെന്നാണ്, സംഭവിച്ചത് മറിച്ച. അപ്പോൾ മണ്ണ് അനധികൃതമായി നീക്കം ചെയ്യുന്ന ഒരു ഏർപ്പാട് ഈ നിർമ്മാണത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുക. അതെന്തോ ആട്ടെ, ഇപ്പോഴും സംസ്ഥാനവും കേന്ദ്രവും പരസ്പരം പഴിചാരിക്കൊണ്ട് ഇത് വർഷങ്ങളായി ഞങ്ങൾ കേൾക്കുക. ഇപ്പോഴും ഇത് പരിഹരിക്കാനുള്ള മാർഗം അങ്ങാടിക്കാട് കയറ്റത്തിലുള്ള ആ കുന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചത് അവിടെ താത്തി
ലെവൽ ചെയ്യുമെന്നാണ്. അവിടെ നിന്ന് 10 അടി താഴ്ചയിൽ മണ്ണ് നീക്കം ചെയ്ത് റോഡ് ടാറിങ് നടത്തിയാൽ ഈ അപകട സാധ്യത ശരി. ഇത് ഞാൻ ഇപ്പൊ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് അവിടെ ഒരു ആക്ഷൻ കൗൺസിലിനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മുൻപ് ഒരു പൗരസമിതി രൂപീകരിക്കാന്നുള്ളത്. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇനി അത് സാധ്യമാകുമായിരിക്കാം. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ സർക്കാരുകൾ കണ്ണടയ്ക്കുകയാണ് എങ്കിൽ കോടതിയിലേക്ക് പോകാൻ ജനകീയ സമിതികൾക്ക് കഴിയണം. ഇത് ആത്യന്തികമായ അധികാരം ജനങ്ങൾക്കാണ് എന്നാണല്ലോ നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പോൾ കേൾക്കാത്ത ഇടങ്ങളിൽ നിന്ന് കൂടുതൽ നിയമം ഉറപ്പ് നൽകുന്ന ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ടല്ലോ, നമുക്ക് അവകാശങ്ങളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പൗരസമിതി രൂപീകരിച്ച് കോടതിയുടെ വഴിക്ക് പോകണം എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു പോകാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ശ്രീ സി ആർ, അങ്ങയിലേക്ക് വരാൻ താമസിച്ചു, അങ്ങനോട് ക്ഷമിക്കണം. ശ്രീ സി ആർ നീലകണ്ഠൻ, ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന നിലയ്ക്കുള്ള ആരോപണങ്ങൾ, അതല്ല ഇത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള PWD ഉത്തരവാദിത്വമാണ് ഇതിന്റെ മെയിൻ്റനൻസ് എന്നുള്ളത്. ഇപ്പോൾ ശ്രീ അബ്ദുള്ളക്കുട്ടി പറയുന്നത് ഗുണ്ടായിസം വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു പരാതി പറഞ്ഞാൽ, ഒരു ആകുലത പങ്കുവെച്ചാൽ 3 അടി ഇപ്പുറത്തേക്ക് കടന്നു ചെല്ലുന്ന, ഒരു ഉദ്യോഗസ്ഥനുമില്ലാത്ത, മേൽനോട്ടമില്ലാത്ത അവനവൻ തീരുമാനം എന്ന നിലയ്ക്ക്, അങ്ങനെയൊക്കെയാണോ നമ്മുടെ നാട്ടിൽ വികസനം വരേണ്ടത്? മധു, അതിൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ നൗഷാദ് അലി പറഞ്ഞു നിർത്തിയ ഒരു കാര്യം, കേരളത്തിലെ ദേശീയപാത ഡിസൈൻ അങ്ങേയറ്റം അബദ്ധ ജഡിലമാണ്. അത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ജനസാന്ദ്രത ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഏറ്റവും ആദ്യം പൂർത്തീകരിച്ച കേരളത്തിലെ ദേശീയപാത എടപ്പള്ളി മണ്ണുത്തിയാണ്. ഇപ്പോൾ അത് എടപ്പള്ളി വാളയാർ വരെ ആയിട്ടുണ്ട്. ആ ദേശീയപാതയിൽ എടപ്പള്ളി മണ്ണുത്തി ഒറ്റ റൂട്ട് മാത്രം നോക്കിയാൽ മതി. അവിടെ ദേശീയപാത നടപ്പാക്കുമ്പോൾ ഉണ്ടായിരുന്നത് 7 സിഗ്നലാണ്. ഇപ്പോൾ 21 സിഗ്നലുണ്ട്. എന്തുകൊണ്ടാണ് സിഗ്നൽ കൂടുതൽ വരേണ്ടി വന്നത്? കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയാണ്. ഇപ്പോൾ ദേശീയപാത നമ്മുടെ തിരുവനന്തപുരം മുതൽ കളിയിക്കവിള മുതൽ, അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാത നിർമ്മാണം നടക്കുന്നു. ഒരു 100 സ്ഥലത്തെങ്കിലും ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അവിടെ അണ്ടർപാസ് വേണം, ഓവർപാസ് വേണം, വെള്ളം കെട്ടി നിന്ന് ഇതുണ്ടാകുന്നു, അല്ലെങ്കിൽ ആളുകൾക്ക് മറിച്ച് അങ്ങോട്ട് കിടക്കാൻ കഴിയുന്നില്ല. നിരവധി പ്രശ്നങ്ങൾ, നിരവധി സമരങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൽ പലതിലും പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ദേശീയപാത വികസനം വേണ്ട എന്നല്ല നമ്മൾ പറയുന്നത്, അതെങ്ങനെ ചെയ്യണം എന്ന ചോദ്യത്തിലുണ്ട്. ഇപ്പോൾ മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയിൽ പോലും, ഏറ്റവും ആദ്യം പൂർത്തിയായ ദേശീയപാതയിൽ പോലും ഇപ്പോഴും വേണ്ടത്ര സർവീസ് റോഡില്ല, വേണ്ടത്ര സ്റ്റോപ്പുകളില്ല, നിരവധി. ഞാൻ അതിൻ്റെ ഉദാഹരണം കാണിച്ചത് പൂർത്തിയായി എന്ന് നമ്മൾ പറയുന്ന ദേശീയപാതയുടെ പ്രശ്നമാണ്. ഇവിടെ നിർമ്മാണം നടക്കുന്ന ഒരു ദേശീയപാതയെക്കുറിച്ചാണ്. ഞാനതിന്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തർക്കത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഈ തിരുവനന്തപുരത്ത് ഇവിടെ ഈഞ്ചക്കൽ അവിടെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം മുഴുവൻ പൂർത്തിയായതിനു ശേഷം പിന്നീടാണ് ഉൾവിളി വരുന്നത്, അവിടെ ഒരു ഫ്ലൈ ഓവർ വേണം. പൂർത്തിയായി ഗതാഗതം നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഇടത്ത് വീണ്ടും ലക്ഷങ്ങൾ മുടക്കി അവിടെ ഒരു ഫ്ലൈ ഓവർ പണിയാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടത്തിലെ പ്ലാനിങ്ങിൻ്റെ നിലവാരം എന്തായിരുന്നു എന്നുള്ളതൊന്ന്, ഇതിന് പണം അധികം എവിടെ നിന്ന് ചിലവഴിക്കും, ഇത് ആര് തിരിച്ചു കൊടുക്കുമെന്നുള്ളതൊന്ന്. അവിടെ നിന്ന് കുറച്ചപ്പുറത്തേക്ക് പോയാൽ തിരുവല്ലത്ത് അതുവരെ പോയിരുന്ന പാത പെട്ടെന്ന് ഹൈവേ ആയി മാറുകയാണ്. എത്ര ആക്സിഡൻ്റാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ അവിടെ അപകടത്തിൽപ്പെട്ട് മാസങ്ങളാണ് കിടന്നത്. ഇങ്ങനെ അത് ദൂരയാത്ര വരുന്ന വാഹനങ്ങൾ ഗണിച്ചറിയണം ഇത് പെട്ടെന്ന് ഹൈവേ ആയി മാറുന്നു എന്നുള്ളത്. ആ രീതിക്കാണ് ഈ നാട്ടിൽ നിർമ്മാണവും മുന്നോട്ട് പോകുന്നത്, അതിന്റെ പ്ലാനിങ് മുന്നോട്ട് പോകുന്നത്. അല്ല, ഇത് ശരിയാണ്. ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, അബ്ദുള്ളക്കുട്ടി പറഞ്ഞല്ലോ, ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഇപ്പോൾ അരൂർ തുറവൂർ എത്ര കാലമായി അവിടെ സമരം നടക്കുന്നു എന്നറിയോ? ഹൈക്കോടതി എത്ര പ്രാവശ്യം അതിൽ ഇടപെട്ടു? കേരളത്തിന്റെ പല ഭാഗത്തും ഈ പറഞ്ഞ പോലെ നേരത്തെ മധു ചോദിച്ചല്ലോ കോടതി പോയിക്കൂടെ എന്ന്. കോടതി എത്ര പ്രാവശ്യം ഇടപെട്ടു? ഒന്നും നടക്കുന്നില്ല, ഒരു വസ്തു നടക്കില്ല. കാരണം എന്താണെന്ന് അറിയാം, അതിലൊരു കാര്യം, ഈ കോൺട്രാക്ടർമാർ ഈ നിർമ്മാണങ്ങളിലൊക്കെ സർവാധികാരികളാണ്. എഞ്ചിനീയർമാരും ഒരു പരിധിവരെ രാഷ്ട്രീയക്കാരും ഇവരോട് മിണ്ടില്ല. കാരണം അതാണ് ഇപ്പം നേരത്തെ അബ്ദുള്ളക്കുട്ടി പറഞ്ഞൊരു കാര്യം. നിങ്ങളുടെ നിർമ്മാണത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഈ DPR ഒക്കെ ജനങ്ങൾ കാണുകയും ജനകീയമായി ഇത് അറിയുകയും എവിടെയാണ് ക്രോസ് ഇത് വേണ്ടത്, എവിടെയാണ് താഴ്ത്തേണ്ടത്, എവിടെയാണ് ഉയർത്തേണ്ടത് എന്നൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. ജനങ്ങളെ ഇത് മുഴുവൻ അറിയിക്കേണ്ടതാണ്. അറിയിക്കില്ല എന്ന് മാത്രമല്ല, ഈ കോൺട്രാക്ടർമാർ സർവാധികാരികളാണ്. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രശ്നം. ഒരാൾ പോലും കോൺട്രാക്ടറോട് മിണ്ടില്ല. നിങ്ങൾ ചോദിച്ചു നോക്കൂ, MLA ചോദിച്ചു നോക്കൂ, MP ചോദിച്ചു നോക്കൂ, അവിടുത്തെ എഞ്ചിനീയറോട് ചോദിച്ചു നോക്കൂ, മിണ്ടില്ല. അവർ സമരം ചെയ്യാൻ വരും, പക്ഷേ സമരം ചെയ്തിട്ട് കാര്യമില്ല. ടെക്നിക്കലായി ചെയ്യേണ്ടത് ടെക്നിക്കലായി ചെയ്യണം. രണ്ടാമത്തെ കാര്യം,
കേരളത്തിലെ ഡ്രൈവിംഗ് സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ അപകടമുള്ള സ്ഥലങ്ങളിൽ അപകടം നിയന്ത്രിക്കാൻ വേണ്ട സംവിധാനം ഉണ്ടാക്കേണ്ടത് MVD ആണ്. ഇവിടെ MVD എന്തെങ്കിലും കാര്യം ഒരു ഹമ്പിട്ടിരുന്നോ? നമ്മൾ സാധാരണഗതിക്ക് നമ്മുടെ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ മാധു ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മാധുവിന് വരും, അത് നമുക്ക് മനസ്സിലാവും, ആർക്കും മനസ്സിലാവും. ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. സീബ്ര ലൈൻ പേരിനുണ്ടായാലും ഒരു കാര്യവുമില്ല. എത്ര കാൽനടക്കാർ തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞ ദിവസം കാൽനട പോയിരുന്ന ഒരാൾ 2 ബസ്സിന്റെ ഇടയിൽപ്പെട്ട് മരിച്ച് നമ്മളൊക്കെ കണ്ടതാണ്. നമ്മുടെ കളർകോട കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. നിരവധി അപകടങ്ങൾ നടക്കുകയാണ്. ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും മോശമെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും മോശം കേരളത്തിലാണ് റോഡ് അപകടം. രണ്ടാമത്തെ പ്രശ്നം, നമ്മുടെ ആധുനികമായ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന റോഡുകളല്ല ഇവിടെ ഉള്ളത്. നമ്മുടെ വാഹനങ്ങൾ ഇപ്പോൾ ഒരു 10-20 കൊല്ലം മുമ്പുള്ള നമ്മുടെ വാഹനങ്ങളല്ല, അംബാസഡർ ഫിയറ്റും അല്ല ഇപ്പോഴുള്ളത്. ഇതൊക്കെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ, യൂറോപ്യൻ അല്ലെങ്കിൽ ജാപ്പനീസ് ഹൈവേകളിൽ, ചൈനീസ് ഹൈവേകളിൽ പോകാൻ പറ്റുന്ന റോഡ് വാഹനങ്ങളാണ്. ഇത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. 3, സ്പീഡ് ഗവർണർ വെക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ബഹളം ഉണ്ടാക്കി. ഒരു സ്പീഡും ഇല്ല, ഒരു ഗവർണറും ഇല്ല. നമ്മൾ ഒരുപാട് പൈസ മുടക്കി വലിയ വിവാദം നടത്തി AI കൊണ്ടുവന്നു. AI കൊണ്ടുവന്നപ്പോൾ പറഞ്ഞെന്താ, അപകടങ്ങൾ കുറയുമെന്നാണ്. അപകടങ്ങൾ കുറഞ്ഞു. ഗവർണറുമായി ബന്ധപ്പെട്ട് മറ്റൊരു സാങ്കേതിക പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല റോഡുകൾ ഉണ്ടാക്കുന്നത് വേഗത്തിൽ യാത്രാ സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. ഇത്രയും നല്ല റോഡ് പണിതിട്ടിട്ട് നേരത്തെ ഗതിയിലുള്ള ഒരു വേഗ നിയന്ത്രണം നമുക്ക് സാധ്യമല്ല. അതിനുവേണ്ടിയാണെങ്കിൽ നമ്മൾ ഇത്രയധികം പണം മുടക്കേണ്ടതില്ലല്ലോ. അല്ല മാധു, സുരക്ഷിതമായ യാത്ര എന്നത് വളരെ പ്രധാനമാണ്. എങ്ങനെയെങ്കിലും വേഗം എത്തിയാൽ പോരല്ലോ. നിങ്ങൾ റോഡിന്റെ കപ്പാസിറ്റി കൂട്ടുന്നു, ഞാൻ നേരത്തെ വേഗതയുടെ നിയന്ത്രണം മാത്രമാണ് പറഞ്ഞത്. വേഗ നിയന്ത്രണം വേണമെന്ന കാര്യത്തിൽ ഇവിടെ തർക്കമൊന്നുമില്ല. നേരത്തെ അത് വളരെ ചുരുക്കമാണ് അത് തീരുമാനിച്ചിരുന്നത്. ആ നിലയ്ക്ക് പോകാൻ നമ്മൾക്ക് ഇത്രയധികം വലിയ റോഡുകൾ വേണ്ടതില്ല. അല്ല, ഞാൻ പറഞ്ഞ വേഗം കുറയ്ക്കണമെന്നല്ല, കുറയ്ക്കണോ കൂട്ടണമെന്നല്ല. അപകടകരമായ സ്ഥലങ്ങളിൽ വേഗ നിയന്ത്രണം വേണം. അത് ഏത് ദേശീയപാതയിലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലും അതുണ്ട്. അവരവിടെ എഴുതി വെച്ചിരിക്കും ഇത്ര സ്പീഡിൽ ഇത് പോകാവൂന്ന്. ഇവിടെ അങ്ങനെയുള്ള ബോർഡ് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. AI എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം വെച്ചല്ലോ, ഒരുപാട് ചർച്ച ചെയ്തല്ലോ നിങ്ങൾ ചാനലുകാരെല്ലാവരും, ഞാനടക്കം. എന്നിട്ട് ഇപ്പൊ എന്താ കേരളത്തിൽ കുറഞ്ഞോ? കേരളത്തിൽ അപകടം കുറഞ്ഞോ കൂടിയോ? അന്ന് വാദിച്ചൊരു കാര്യം ഇത്രയും ചെലവാക്കി വെച്ചാലും അപകടം മനുഷ്യജീവൻ വളരെ പ്രധാനമാണ് എന്നൊക്കെയാണ്. ഇപ്പൊ ദേശീയപാത വികസനത്തിലും അപകടം ഉണ്ടാവുന്നത് റോഡ് മോശമായത് കൊണ്ടാണ് എന്നല്ല, റോഡ് നല്ലത് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമാണ് നല്ല റോഡ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഈ പറയുന്ന നിർമ്മാണത്തിലെ അപാകതയുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് അത് പരിഹരിക്കണമെന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ അത് കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളിലും വിമർശനം മാത്രം ഉന്നയിച്ചു പോവുക പാടില്ലല്ലോ. അവർ ചെയ്തതാണ്, അതുകൊണ്ട് പറഞ്ഞു. ഈ വിഷയത്തിൽ മധു, ഞാൻ ഈ പനയമ്പാടത്തെ കാര്യം മാത്രമല്ല പറയുന്നത്. കളർ കോഡ് ഉണ്ടായതോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതോ അവിടെയൊന്നും മോട്ടോർ വാഹന വകുപ്പ് ചെയ്യുന്നില്ലയോ എന്നുള്ളതല്ല ചോദ്യം. ഇത് സുരക്ഷിതമാക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി എടുക്കുന്നു? യാത്ര വേഗത്തിലാക്കൽ മാത്രമല്ല, യാത്ര സുരക്ഷിതമാക്കൽ പ്രധാനമാണ്. ഡ്രൈവിംഗ് സംസ്കാരമോ ഓവർ സ്പീഡോ അടക്കമുള്ള കാര്യങ്ങൾ, നല്ല വാഹനങ്ങൾ, നല്ല അതിൻ്റെ കണ്ടീഷൻ, സ്പീഡ് ഗവർണർ വേണമെങ്കിൽ സ്പീഡ് ഗവർണർ വേണം. ലോകത്തിൽ പല സ്ഥലത്തും സ്പീഡിന് നിയന്ത്രണമുണ്ട്. ഒരു സ്ഥലത്തും നിങ്ങൾക്ക് 200 കിലോമീറ്റർ വേഗതയിൽ എല്ലാ റോഡിലൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ വെച്ചിട്ടുണ്ടോ? നമ്മുടെ നിയന്ത്രണ സംവിധാനങ്ങളുണ്ടോ? നിയന്ത്രണ സംവിധാനങ്ങൾ ഫലപ്രദമാണോ? ഞാൻ പറഞ്ഞില്ലേ, ദേശീയപാതയിൽ പോലും നിങ്ങൾക്ക് ബസ് ബേ ഇല്ല. 4 വരി പാതയിൽ ബസ് ബേ ഇല്ല. ബസ് ബേ ഇല്ലാതെ 4 വരി പാത ഇട്ടിട്ടാണ് പല സ്ഥലത്തും അപകടം ഉണ്ടാവുന്നത്. കാരണം ആളുകൾ റോഡ് ക്രോസ് ചെയ്ത് പോവുക ബസ് കയറാൻ. അപ്പം ഇതൊക്കെ നിരന്തര പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡിസൈനിൽ എന്ത് മാറ്റം വരുത്തണം? സ്റ്റേറ്റ് ഇടപെടണം. സ്റ്റേറ്റിൻ്റെ പ്രത്യേകതകൾ വേണം. നമുക്ക് എങ്ങനെയെങ്കിലും കുറേ പാത ഉണ്ടാക്കി, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ പറയും ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോകത്തിൽ പാത ഉണ്ടാക്കിയ ഗവൺമെൻറ്റാണിത്. പക്ഷെ അങ്ങനെ പാത ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെയാണ് പറയുന്നത് ഇത് ഏറ്റവും അരക്ഷിതമായ സുരക്ഷിതമല്ലാത്ത പാതയാണെന്ന്. ഇത് രണ്ടും തമ്മിലുള്ളൊരു വൈരുദ്ധ്യമല്ലേ? സുരക്ഷിതമല്ലാത്തൊരു പാത ഉണ്ടാക്കിയാൽ 10,000 പേര് പോകുമ്പോൾ 5 പേര് മരിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അല്ലെങ്കിൽ അപകടം പറ്റുള്ളൂ. അത് നമ്മൾ പരിഗണിക്കണം. ഇപ്പൊ 2024 അപകടങ്ങളുടെ കാര്യത്തിൽ ഗണ്യമായ കുറവ് വരുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം മുൻപ് നിതിൻ ഗഡ്കരി തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. അത് സാധ്യമായിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്ത കാര്യം തന്നെയാണ്. ശ്രീ എം പ്രമോദ് ഇപ്പോ ഒരു നിമിഷം പറയൂ. ഹലോ ശ്രീമതി
നേരത്തെ എൻ്റെ അവസരത്തിൽ ശ്രീ കെ വി തോമസ് ഇടപെട്ട് സംസാരിച്ചുകൊണ്ടാണ് എനിക്കിത് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത്. ശ്രീ കെ വി തോമസ് പറഞ്ഞ പോലെ നമുക്കിതൊരു അടിയന്തരമായിട്ടൊരു പരിഹാരമാണ് ഇതിനാവശ്യം. നമ്മൾ പരത്തി പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇത് ഈ നാട്ടുകല്ല് മുതൽ താണാവ് വരെയുള്ള ഈ 43 കിലോമീറ്റർ വരുന്ന ഈ ഹൈവേ, ഇതിൽ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്ന ഒരു മേഖലയാണ് കരിമ്പ പനയമ്പാടം എന്നുള്ളത്. ആ കരിമ്പ പനയമ്പാടം മേഖലയിൽ ഇത്രയും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ഇത്രയും ദൂരം 43 കിലോമീറ്റർ ദൂരമുള്ള ഈ സ്റ്റേറ്റ് ഹൈവേയുടെ, നാഷണൽ ഹൈവേയുടെ ഈ പനയമ്പാടം മാത്രമാണ് ഏറ്റവും വലിയൊരു കയറ്റമുള്ളൊരു മേഖല എന്ന് പറയുന്നത്. കയറ്റം എന്ന് മീൻസ് ഓപ്പോസിറ്റ് ഇറക്കമുള്ളതും വളവോട് കൂടിയുള്ള കയറ്റവും ഇറക്കവും. ആ പ്രദേശത്ത് നിലനിൽക്കുന്നത് 30 കിലോമീറ്റർ സ്പീഡാണ്. ഒരു വാഹനവും അവിടെ 30 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നില്ല. 30 കിലോമീറ്റർ സ്പീഡ് അനുവദിക്കുന്ന ആ പ്രദേശത്ത് ഭാരം ഒരു 20 ടണ്ണ് ഭാരം കയറ്റി വരുന്ന ഒരു വാഹനം അതിൽ 30 ടണ്ണോ 40 ടണ്ണോ കയറ്റി വരികയാണെങ്കിൽ 30 കിലോമീറ്റർ സ്പീഡിൽ ആ കയറ്റം കയറാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇറങ്ങി വരുന്ന വാഹനങ്ങൾ വളവോട് കൂടിയിട്ടാണ് ഈ ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഈ സമയത്ത് സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്ന സമയത്ത് ആ റോഡൊന്ന് ക്രോസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. വളരെ ഭയാനകമാണ് അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്. സ്കൂൾ വിട്ട സമയങ്ങളിൽ രക്ഷിതാക്കൾ വളരെ ഭയത്തോടു കൂടിയാണ് സ്കൂൾ വിട്ട സമയങ്ങൾ, പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിൽ. ഈ അപകടം നടന്ന ദിവസം ഒരു ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ഉണ്ടായിരുന്നത്. മുമ്പ് വല്ല സിമെന്റ് പോളിഷ് ചെയ്ത രീതിയിലുള്ളൊരു പ്രതലമായിരുന്നു ആ റോഡ്. അന്ന് അപകടങ്ങൾ കൂടിയപ്പോഴാണ് MLA അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ആ റോഡ് ചിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു 2 വർഷത്തിലധികമായി വലിയ അപകടങ്ങൾ ആ മേഖലയിൽ സംഭവിച്ചിട്ടില്ല. ഇപ്പം അത് തേഞ്ഞു പോയി റോഡ് വീണ്ടും മിനുസം കൂടിയിരിക്കുകയാണ്. മഴ പെയ്താൽ റോഡ് മിനുസം കൂടി ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ സ്ലിപ്പായി മറ്റു വാഹനങ്ങൾ ഇടിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു ലോറി ഒരു കടയിലേക്ക് ഇതുപോലെ മഴയത്ത് ബ്രേക്ക് ചവിട്ടിയപ്പോൾ കടയിലേക്ക് പാഞ്ഞു കയറി ഒരു തലനാരി ഇഴയ്ക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത്, അപകടം സംഭവിക്കാതെ അവിടെ രക്ഷപ്പെട്ടത്. അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കയറ്റം നേരത്തെ മെമ്പർ അബ്ദുള്ളക്കുട്ടി സർ പറഞ്ഞതുപോലെ അവിടുത്തെ ശാശ്വതമായിട്ടുള്ള പ്രശ്നത്തിനുള്ള പരിഹാരമാണ് വേണ്ടത്. ഇവിടെ ഒരു ഡ്രെയിനേജ് സംവിധാനമില്ല. റോഡിൻ്റെ ഇരുവശവും മഴ പെയ്താൽ വെള്ളം റോഡിലൂടെ ഒഴുകി, അതുപോലെ തന്നെ റോഡ് സൈഡിലൂടെ ഒഴുകി ഒരു മീറ്റർ 1/2 മീറ്ററോളം താഴ്ചയുള്ള പ്രദേശമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ഡ്രെയിനേജ് സൗകര്യമില്ല. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നടന്നു പോകുന്നതിന് വേണ്ടി ഒരു നടപ്പാത സൗകര്യമില്ല. മറ്റ് ഈ ഹൈവേയുടെ ഈ കരിമ്പയുടെ മാത്രം പ്രത്യേകതയാണ്. ഈ ഹൈവേയിൽ മറ്റ് പല പ്രദേശങ്ങളിലും ഈ നടപ്പാത സൗകര്യങ്ങളുണ്ട്. എന്നാൽ കരിമ്പയിൽ മാത്രം അത് പ്രത്യേകിച്ച് പനയമ്പാടത്ത് അത് നടപ്പിലാക്കിയിട്ടില്ല. പലതരത്തിലുള്ള പല തവണ പരാതികൾ ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രെയിനേജ് സൗകര്യമില്ലാത്തതും നടപ്പാത സൗകര്യമില്ലാത്തതും ഇതൊക്കെയാണ് ഒരു ശാശ്വത പരിഹാരമായിട്ട് വരേണ്ടത്. കുട്ടികൾക്ക് ഒരു റോഡ് ഇത് പറഞ്ഞതിൽ എനിക്ക് അങ്ങോട്ട് നന്ദിയുണ്ട്. കാരണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യമാണ് സംസാരിക്കേണ്ടതും. അതുകൊണ്ടാണ് നിങ്ങൾ 3 പേർ നാട്ടുകാരെ നമ്മൾ ഈ ചർച്ചയിലേക്ക് ഉൾക്കൊള്ളിച്ചത്. ഈ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ സാങ്കേതികമായ വശങ്ങളും സംസാരിക്കേണ്ടതുണ്ട്. ഈ ദിവസമാണല്ലോ പ്രധാനമായും ഈ വിഷയം എല്ലാം കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് തിരികെ സ്വാഗതം. ശ്രീ പ്രമോദ്, ഈ വിഷയം എല്ലാ കാര്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് എല്ലാവരും. ഈ വിഷയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ നാട്ടുകാരുടെ തീരുമാനം? ഞങ്ങൾ പല സമരപരിപാടികളും മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സമരപരിപാടി, ഒരുപാട് സമരപരിപാടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഷമീർ, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ റോഡിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന ഒരാളാണ് ഷമീർ. ഇത് പ്രധാനമായിട്ടും ഇവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഴുക്കുചാൽ സംവിധാനം ഇവിടെ ഇല്ല. ഒന്ന് പ്രധാന അതാണ്, ഒരു അഴുക്കുചാൽ സംവിധാനം എന്നുള്ള സംവിധാനം അവിടെ ഇല്ല. പിന്നെ ഡിവൈഡർ അതില്ല, ബാരിക്കേഡ്, ഈ ഭാഗ സംഭവങ്ങളൊന്നുമില്ല. ഇത് മാത്രവുമല്ല, അവിടുത്തെ നേരത്തെ ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ് ജലവും ഒരു മഴ പെയ്താൽ വരുന്ന എല്ലാ ജലവും ഈ റോഡ് കൂടെ നിറഞ്ഞൊഴുകുകയാണ്. അത് ഇതിനു മുമ്പ് തന്നെ പനയമ്പാടം പറഞ്ഞ സ്ഥലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഏകദേശം 1-1.5 മണിക്കൂറോളം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെള്ളം പൊട്ടെന്ന് പൊങ്ങി വരെ പൂവാനുള്ള അഴുക്കുചാലൊക്കെ ചെറിയ ഓവുചാലുകൾ വെച്ചുകൊണ്ട്, അതായത് ഓപ്പോസിറ്റ് വന്ന കൽബർട്ടുകൾ ചെറിയ ഓവുചാലുകൾ വെച്ചുകൊണ്ട് അതിൻ്റെ പണി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഭാഗത്തൊരു അശാസ്ത്രീയത ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പം ഇന്ന് തന്നെ ഒരു 6 മണി 6:30 ഒരു ആക്സിഡൻറ്റ്
ഇതിൻ്റെ ഒരു അരമണിക്കൂർ ചുറ്റളവിൽ ഒരര കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഈ ആക്സിഡൻറ്റ് പറ്റിയ വ്യക്തി ഇന്ന് പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ICUലാണ്. ഇത് ഇത്തരം ആക്സിഡൻറ്റുകൾ അത്യാവശ്യം കുറച്ച് മുമ്പ് മഴ ചാറി, ആ മഴ ചാറിയുള്ള സംഭവം ഉണ്ടായതാണ് 6:30. ഇങ്ങനെ നിരന്തരമായിട്ട് ഈ ഭാഗങ്ങളിൽ ഒന്നും മഴ ചാറിയല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നും മഴ ചാറിയല്ല, സത്യം പറഞ്ഞാൽ നെഞ്ചെടുപ്പാണ് എവിടെയാണ് ആക്സിഡൻറ്റ് വരാൻ പോകുന്നതെന്ന്. ഇങ്ങനെ ഒരു പ്രത്യേക മേഖലയായിട്ട് അതപ്പതിപ്പിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞപ്പോൾ കരിമ്പ എന്നുള്ള മേഖല. ഈ കരിമ്പ മേഖലയിൽ ഇത്രയേറെ അപകടങ്ങൾ നടന്നത് ഇതിനു മുമ്പൊന്നും ഇവിടെ റോഡുകൾ ഉണ്ടായിരുന്നു, ഇതേ വഴികൾ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോഴൊന്നും ഇങ്ങനൊരു അപകടം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഒരു പുനർനിർമ്മാണത്തിന് ശേഷമാണ് ഇത്രയേറെ വളരെ ചുരുങ്ങിയ സമയമാണ്. മറ്റു രണ്ടുപേരും കൂടി ഞാനൊന്ന് പോയിക്കോട്ടെ, എന്നോട് ക്ഷമിക്കണം ഇടപെടുന്നത്. ശ്രീ ശങ്കുട്ടിദാസ്, അലൈൻമെന്റും ഡിസൈനുമായി ബന്ധപ്പെട്ട് ഇത്രയധികം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് നാട്ടുകാർ പറഞ്ഞു നമ്മൾ കേൾക്കുന്നത്. എങ്ങനെയാണത് സംഭവ്യമാവുക? നോക്കൂ, അതിലെ പ്രശ്നം ഇപ്പം ഇദ്ദേഹം പറഞ്ഞതിൽ തന്നെ നോക്കൂ, മുൻപ് ഈ റൂട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുനർനിർമ്മാണം കഴിഞ്ഞതിന് ശേഷമാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. പുനർനിർമ്മാണം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ റോഡ് അതിവേഗപാതയായി മാറി. നാഷണൽ ഹൈവേയുടെ സങ്കല്പം എന്താണ്? ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡ് എന്നുള്ളതാണ്. 80 കിലോമീറ്ററോ 90 കിലോമീറ്ററോ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡ് എന്നുള്ളതാണ്. അതിവേഗപാതയാവുന്നതിന് മുൻപ് പണ്ടത്തെ റോഡായിരുന്ന സമയത്ത് അത് 30 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ്. ഇതിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടിട്ടാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് പ്രാദേശികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പല ആളുകളും അവർക്ക് അനുകൂലമാക്കി അലൈൻമെൻറ്റ് മാറ്റാൻ ശ്രമിക്കാറുണ്ട്. കാരണം നാഷണൽ ഹൈവേയിൽ സ്ഥലം പോവാതിരിക്കാനും നാഷണൽ ഹൈവേയുടെ വക്കത്ത് തങ്ങളുടെ ഭൂമി വന്നു കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ വില കൂടും എന്നതുകൊണ്ടും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അവസാനം കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് പഴയ പാത തന്നെ നാഷണൽ ഹൈവേ ആയി മാറുന്നത്. അതേ വളവോടുകൂടി, അതേ തിരിവോടുകൂടി, അതേ കുഴിയോടുകൂടി, അതേ കയറ്റത്തോടു കൂടിയിട്ട് നാഷണൽ ഹൈവേ എന്ന സങ്കല്പം ഇല്ലാണ്ട് പഴയ പാത തന്നെ നാഷണൽ ഹൈവേ ആയിട്ട് വികസിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആ റോഡുകൾ ആക്സിഡന്റ് ഉണ്ടാവുന്ന റോഡുകളായി മാറും. 30 കിലോമീറ്റർ ഓടിയിരുന്ന പോലെ ആ റോഡിൽ ഇപ്പോൾ 90 കിലോമീറ്റർ ഓടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ കുറെ കൂടി സമൂഹത്തിന് കൂടി ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതും കൂടി നമ്മളിൽ കണക്കാക്കേണ്ടതുണ്ട്. ശരി, ശ്രീ നൗഷാദ് അലി, ഇത് നോക്കിയപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നമായി മാറിയതുകൊണ്ടും നമുക്ക് 4 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടതുകൊണ്ടും അത് കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട്. നിയമസഭയിലടക്കം ഈ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. മുൻപും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തു ചെയ്യാൻ കഴിയും? അതും അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു മുദ്രാവാക്യം തന്നെ ഒരു DPRനെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഒരു സേഫ്റ്റി കൺസൾട്ടൻസി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് മുന്തിയ പരിഗണന ഇനി മുതൽ അങ്ങോട്ട് നൽകണം. അല്ലെങ്കിൽ നമ്മൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മൾ അപമാനിതരാകും. രണ്ടാമതായിട്ട് 2019 ഇവിടെ അഡ്വാൻസ്ഡ് ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് എന്ന പുതിയ നിയമം ഇതിനൊക്കെ ബന്ധപ്പെടുത്തി വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വന്ന ഏക പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്യാമറകളൊക്കെ സ്ഥാപിച്ചു. നമ്മുടെ ആളുകളിൽ നിന്ന് പിഴ മേടിച്ച് അവരെ ഊറ്റാനുള്ളൊരു മാർഗമായി എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ കേന്ദ്രമായാലും കേരളമായാലും മറ്റ് NGOകളായാലും നമ്മൾ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആണെങ്കിലും, രാഷ്ട്രീയമല്ല ഞാനീ പറയുന്നത്, നമ്മൾ ഈ സിസ്റ്റം ഒന്ന് മെച്ചപ്പെടുത്താൻ നമ്മൾ അടിയന്തരമായിട്ട് ഇടപെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ പണ്ട് ഈ വയലിലൊക്കെ മട കെട്ടാൻ വേണ്ടി ജീവനുള്ള മനുഷ്യർ അതിനകത്ത് തള്ളാറുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരുപാട് മനുഷ്യരിങ്ങനെ കുരുതി കൊടുക്കുമ്പോൾ നമ്മൾ ഇത്തരം ചർച്ചകളിലേക്ക് വരുന്നത് തന്നെ ശരിയല്ല. തീർച്ചയായിട്ടും നമ്മൾ ഇനി ഒരു മരണം ഉണ്ടാകാതിരിക്കാൻ, ബോധപൂർവം ഇത്തരം പിഴവുകൾ വഴി ഇനി ഒരാൾ മരിക്കാതിരിക്കാനുള്ള ഇത്തരം ഇടപെടലുകൾ എന്തൊക്കെ വേണമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തണം. ഒരു ഇൻഫ്രാവിഷനും അതുപോലെ അനീതി ഉണ്ടായാൽ സമൂഹം തീയാകണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ രാഷ്ട്രീയ ആദർശം തലയ്ക്ക് പിടിക്കുമ്പോൾ. പക്ഷേ ഒരു അനീതിയല്ല, തുടർച്ചയായ അനീതി ഉണ്ടാകുന്നു എന്ന കണ്ണിന് മുന്നിൽ കണ്ടിട്ട് അനങ്ങാൻ കഴിയാത്ത സംവിധാനത്തിനെ എന്തു പേരിട്ട് വിളിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ഇത്രമേൽ അന്ധത നമ്മുടെ സമൂഹത്തിനും ഉത്തരവാദിത്തപ്പെട്ടവർക്കും ഉണ്ടാകുന്നത് എന്ന് അത്ഭുതപ്പെടുകയുമാണ്. പരിഹാരമുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. മറ്റൊന്ന്, അവിടെ നിന്ന് ഉന്നയിക്കപ്പെട്ടൊരു കാര്യം, ഈ കുഞ്ഞുങ്ങളുടെ നഷ്ടത്തിൽ ഒരു നഷ്ടപരിഹാരം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അവർ ഒരു തരത്തിലും ഭാഗഭാക്കായ ഒന്നല്ല. ഈ സംവിധാനത്തിൻ്റെ പ്രശ്നം കൊണ്ട് 4 കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടതാണ്. അതിൻ്റെ ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ട്, സംവിധാനത്തിനുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.